നമുക്ക് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലേക്ക് പോകാം. നാം എല്ലാവരും പിടിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഇത്. ഈ സത്യത്തെപ്പറ്റി പരാമർശിക്കുന്നത് 1 യോഹന്നാൻ 4-ന്റെ 16-ാം വാക്യം മുതൽ താഴോട്ട് 19-ാം വാക്യം വരെയാണ്. ഈ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ലിവിങ് ബൈബിളിൽ നിന്നാണ്. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നമുക്കറിയാം. കാരണം അവൻ്റെ സ്നേഹത്തെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങളത് വിശ്വസിച്ചുമിരിക്കുന്നു. അവൻ നമ്മെ ആഴമായി സ്നേഹിക്കുന്നെന്ന് അവൻ പറയുമ്പം, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും ദൈവത്തിൽ ജീവിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. നാം ദൈവത്തിൽ ജീവിക്കുമ്പം നമ്മുടെ സ്നേഹം കൂടുതൽ പൂർണ്ണമായി വളരുന്നു. അതിനാൽ ന്യായവിധിയുടെ നാളിൽ നാം ഭയപ്പെടുകയില്ല. അതിനാൽ നമുക്ക് അവനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയും. കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു, നാമും അവനെ സ്നേഹിക്കുന്നു. നമ്മെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ്റെ ആ പൂർണ്ണ സ്നേഹം അവൻ നമുക്ക് ദോഷം ചെയ്യും എന്നുള്ള ചിന്തയിൽ നമ്മളെ പൂർണ്ണ സ്വതന്ത്രരാക്കുന്നു. അവൻ നമ്മെ എന്തു ചെയ്യും എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ തികഞ്ഞ സ്നേഹം നാം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത്. അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത് നമുക്കറിയാം. മിക്ക ക്രിസ്ത്യാനികൾക്കും, പ്രത്യേകിച്ച് അവർ ചെറുപ്പമായിരിക്കുമ്പോൾ, ലോകത്തെ സ്നേഹിക്കാതിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ പണത്തെ സ്നേഹിക്കാതിരിക്കുക, ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും. അനേകർക്കും അവർ സത്യസന്ധരാണെങ്കിൽ അവർ സമ്മതിക്കും ഇതൊരു വലിയ പോരാട്ടമാണ്. ലോകത്തിലുള്ള മറ്റു പല കാര്യങ്ങളും അവരെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് അവർ സമ്മതിക്കും. അതൊരു പക്ഷെങ്കിൽ ഒരു ജോലിയാകാം, ഒരു വ്യക്തിയാകാം, ഒരു മോഹമാകാം, അല്ലെങ്കിൽ തൊഴിലാകാം, ഇതുപോലെ ഏതെങ്കിലും കാര്യമാകാം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിനെതിരായിട്ട് ഇത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ കാരണം എന്താണ്? അതിന് കാരണം ഇതാണെന്ന് ദൈവവചനം പറയുന്നു. നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി നാം ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഈ കാര്യം കൂടുതലായിട്ട് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. ഇതാണ് ആ യഥാർത്ഥ കാരണം. ദൈവം പൂർണ്ണമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുള്ള കാര്യം നമുക്കിതുവരെയും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവസാനത്തെ വാക്യം, 19-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് നമുക്ക് അവനോട് സ്നേഹം ഉണ്ടാകേണ്ടത്. നാം അവനെ സ്നേഹിക്കുന്നതിന് കാരണം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതുകൊണ്ടാണ്. യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും സ്നേഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അവന് വേണ്ടി എന്തും യാഗമാക്കാനും എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാളെ, അവൻ ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിലും ഒരു താല്പര്യവും ഇല്ലെങ്കിൽ, പണത്തിലോ ബഹുമാനത്തിലോ സുഖങ്ങളിലോ അങ്ങനെ ഒരു കാര്യത്തിലും, നിങ്ങൾക്കൊരു കാര്യം നിശ്ചയമായിട്ട് ഉറപ്പിക്കാം, ആ ക്രിസ്ത്യാനി ഒന്നാമത് ഈ കാര്യം മനസ്സിലാക്കിയവനാണ്, അവനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് അവന് ക്രിസ്തുവിനോടുള്ള ഈ ആഴമായ സ്നേഹം അവൻ്റെ ഉള്ളിലുണ്ടായത്. എന്തുകൊണ്ടാണ് കർത്താവ് ഒരു സഭയോട് ഇപ്രകാരം പറഞ്ഞത്? നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നിനക്ക് അല്പം സ്നേഹം എന്നോടുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നാൽ നീ അവിശ്വാസികളെ പോലെ അല്ലതാനും. അവരെന്നെ അല്പം പോലും സ്നേഹിക്കുന്നില്ല. നിനക്ക് അല്പസ്നേഹമുണ്ട്.
നാം ചിന്തിക്കും അതൊരു നല്ല കാര്യമാണെന്ന്. അനേക ക്രിസ്ത്യാനികളും ചിന്തിക്കുന്നു, ഞാൻ യേശുവിനെ അല്പസ്വല്പം സ്നേഹിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിൽ കുഴപ്പമുണ്ട്. ശരിക്കു പറഞ്ഞാൽ കർത്താവ് ലവദോക്കയിലുള്ള സഭയോട് ഇങ്ങനെ പറഞ്ഞു, നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഉമിഴ്ന്നു കളയും. അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് എന്നെ സ്നേഹിക്കാത്ത ഒരാളെ എനിക്ക് വേണ്ട. കാരണം കർത്താവിൻ്റെ സ്നേഹം അത് പൂർണ്ണമാണ്, അത് ആഴമുള്ളതാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് പകുതി ഹൃദയത്തോടെ അല്ല. അവൻ നമ്മിൽ നിന്നും അപ്രകാരമുള്ള ഒരു സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നാം ഇവിടെ കണ്ടു അവനോടുള്ള നമ്മുടെ സ്നേഹം അവൻ നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്നാണ് വരുന്നതെന്ന്. എല്ലാത്തരം ജാതീയ മതങ്ങളും അവർക്കെന്തിനെയാണോ ഭയം അതിനെയാണ് അവരാരാധിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ജാതീയ മതത്തെ അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു ജാതീയ മതത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷണം ഇതാണ്: ഭയപ്പെടേണ്ട ഒരു ദൈവമാണ് അവർ ദൈവമായിട്ട് ആരാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്ന അവരും അപ്രകാരം തന്നെ ആയിരിക്കും. അവരും സ്നേഹമുള്ളവരോ കരുണയുള്ളവരോ ആയിരിക്കില്ല. അവരും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവരായിരിക്കും. ഇപ്രകാരമുള്ള ക്രിസ്തീയ നേതാക്കന്മാരുമുണ്ട്. അവരോട് നിങ്ങൾക്ക് അടുത്തെല്ലാം കഴിയില്ല. കാരണം അവരെ നിങ്ങൾക്ക് ഭയമായിരിക്കും. അടുത്തെല്ലാം കഴിയുന്നവരല്ല. കാരണം അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു വാക്യമുണ്ട്, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. അത് സങ്കീർത്തനം 115:8 അവയെ ഉണ്ടാക്കുന്നവൻ അവയെ പോലെയാകുന്നു. അതിനെ ആരാധിക്കുന്നവനും അങ്ങനെ തന്നെയാണ്. അവരങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരും അതുപോലെ ആവും. അവരാരാധിക്കുന്ന ദൈവം അങ്ങനെയാണോ അതുപോലെ അവരും ആവും. ഈ പ്രമാണം അതെപ്പോഴും സത്യമാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം അവനോട് നിങ്ങൾക്ക് അടുത്ത് ചെല്ലാൻ കഴിയില്ലെങ്കിൽ നിൻ്റെ അടുക്കലും അതുപോലെ ആയിരിക്കും. ആളുകൾക്ക് നിൻ്റെ അടുക്ക വരാനായിട്ട് കഴിയില്ല. ആളുകൾ നിന്നിൽ നിന്ന് അല്പം ദൂരെ നിൽക്കണം. കാരണം നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ ആയിരിക്കും നിങ്ങളും. നീ ആരാധിക്കുന്ന ദൈവത്തോട് ആർക്കും അടുത്ത് വരാൻ കഴിയത്തില്ല, നിന്നോടും കഴിയില്ല. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ഈ തെറ്റായിട്ടുള്ള മനോഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ജാതീയ മതങ്ങളും അവർ ഭയപ്പെടേണ്ട ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവരോട് നിങ്ങൾ സമാധാനം ആചരിക്കുന്നത് നിങ്ങൾ ചില യാഗങ്ങൾ കഴിച്ചുകൊണ്ടായിരിക്കാം, ചില തീർത്ഥാടനങ്ങൾ നടത്തി, ചില നല്ല കാര്യങ്ങൾ ചെയ്ത് അവനെ സന്തോഷിപ്പിക്കാൻ നോക്കും. എങ്ങനെങ്കിലും അവനെ ഒന്ന് സന്തോഷിപ്പിക്കുക. ഞാനിത് ഊന്നി പറയാനുള്ള കാരണം ഇതാണ്. ഇതുപോലെയുള്ള ഒരു ക്രിസ്ത്യാനിത്വവും ഇന്ന് ഉണ്ട്. ഇപ്രകാരമുള്ള ഒരു ക്രിസ്ത്യാനിത്വത്തെ പറ്റിയാണ് ഇന്ന് പ്രസംഗിക്കുന്നതും ഇന്ന് മനുഷ്യൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നതും. നീ എങ്ങനെയെങ്കിലും അവനെ പ്രസാദിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ നിന്നോട് വളരെ കോപിഷ്ഠനാവും. ഞാനിത് പറയുന്നത് അവിശ്വാസികളെക്കുറിച്ചല്ല, വിശ്വാസികളെക്കുറിച്ചാണ്. പ്രസംഗകരെക്കുറിച്ചുമാണ്. അവർ പറയുന്നത്, നിങ്ങൾ പണം ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ദൈവം നിങ്ങളിൽ സന്തുഷ്ടനാകത്തില്ല, അല്ലെങ്കിൽ അവൻ നിന്നെ രോഗിയാക്കും. ഇങ്ങനെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുണ്ട്. നിങ്ങൾ ദൈവത്തിന് പണം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർക്ക് അത് കൊടുക്കേണ്ടി വരും, കാരണം നീ രോഗിയാവും. നോക്കൂ, ദൈവം വളരെ ദ്രവ്യാഗ്രഹിയാണ്. അവന് നിങ്ങളുടെ പണം വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഉദാഹരണത്തിന് നിങ്ങളൊരു 40 കൊല്ലമായിട്ടൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ ദൈവത്തിന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ദൈവപ്രവർത്തിക്കായിട്ട് നിങ്ങൾ 1 രൂപ പോലും കൊടുത്തിട്ടില്ല.
ഉത്തരം വേണ്ട ഒരു നല്ല ചോദ്യമല്ലേ ഇത്? എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന്. ഇല്ല, ഈ ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഭാര്യ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. എൻ്റെ അവളോടുള്ള മനോഭാവം മാറുമോ? ദൈവം എന്നേക്കാൾ നല്ലവനാണോ അതോ മോശപ്പെട്ടവനാണോ? അതാണ് എൻ്റെ ചോദ്യം. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, വേദപുസ്തകത്തിലെ ദൈവമല്ലത്. നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരത്ഭുതവുമില്ല നമ്മളീ പലരുടെയും ജീവിതം സന്തോഷമല്ലാതിരിക്കുന്നതിന്. ദൈവത്തെ പോലെ കൂടെ ജീവിക്കാൻ കഴിയുന്ന മനോഹരനായ വേറൊരാളില്ല. വേദപുസ്തകം പറയുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. നിങ്ങൾ ദൈവത്തോടു കൂടെ ജീവിച്ചാൽ നിങ്ങൾ വളരെ സന്തോഷവാനായ ഒരാളായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ പിറുപിറുപ്പുകാരനോ മുഖം വാടിയവനോ ആയിരിക്കുകയില്ല. വിഷാദമുള്ളവൻ, നീണ്ട മുഖമുള്ള ഒരാൾ, അങ്ങനെ ആയിരിക്കുകയില്ല ദൈവത്തോടൊപ്പം ജീവിച്ചാൽ. അത് അസാധ്യമാണ്. ജാതികളുടെ ദൈവത്തോടൊപ്പം ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പിറുപിറുപ്പുകാരായ മുഖമൊക്കെ വീർത്ത് അനേക ക്രിസ്ത്യാനികൾ മറ്റേതോ ദൈവത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. അവർ പിറുപിറുപ്പുകാരും വീർത്ത മുഖമുള്ളവരുമാണ്, കായ്പുള്ളവരും അടുത്ത് ചെല്ലാൻ കഴിയാത്തവരും വളരെ സ്വാർത്ഥരും. ദൈവം സ്വാർത്ഥതയുള്ള ഒരാളാണ്. ദൈവം എത്ര വിശാല ഹൃദയനാണ്. അവൻ കണക്കൊക്കെ കൂട്ടി എത്ര നമുക്ക് തരണമെന്ന് ഇങ്ങനെ വിചാരപ്പെടുന്ന ഒരാളല്ല. വിശാല ഹൃദയനാണ്, സ്നേഹമുള്ളവനാണ്. സ്നേഹം എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് നാം ഇത് കണ്ടെത്തണം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നമ്മുടെ ചിന്തയിലായിരിക്കാം, ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുമോ? ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. 18-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത്, നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളോട് അവൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അത് കാണിക്കുന്നത് അവൻ നമ്മെ പൂർണ്ണമായി സ്നേഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ്. ദൈവം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യുമെന്ന് നിങ്ങൾക്കൊരു ചെറിയ ഭയമുണ്ടെങ്കിൽ, അത് എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, എൻ്റെ അടുക്കൽ വന്ന് ആളുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന സമയത്ത് അവരിങ്ങനെ ചോദിക്കും, സഹോദര, ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത പാപത്തിൻ്റെ ഫലമാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം അവരോട് എന്തോ ചെയ്യുകയാണെന്ന് അവർ ഭയപ്പെടുകയാണ്. ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല. അവൻ എന്നോട് എന്ത് ചെയ്യും എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ അത് കാണിക്കുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കും എന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ലെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊയ്യുന്നതെല്ലാം, എൻ്റെ വിശ്വാസം ഞാൻ പറയാം, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ എൻ്റെ വിശ്വാസം എങ്ങനെയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എത്രയോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊയ്യേണ്ടതാണ്. എന്നാൽ യേശു കാൽവറിയിൽ അതെല്ലാം എനിക്ക് വേണ്ടി കൊയ്തു കളഞ്ഞു. അതുകൊണ്ട് കൊയ്യാനായിട്ട് എനിക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ്. നിങ്ങൾ എന്തുകൊണ്ട് അരിഷ്ടനായിരിക്കുന്നു? ഇപ്പോൾ അതിന് കാരണം മനസ്സിലായോ? ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് മനസ്സിലാക്കിയ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും അസന്തുഷ്ടനായിരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആ വിശാല ഹൃദയവും നന്മയും അനുഭവിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യാനി, എത്ര ഔദാര്യപൂർവ്വമാണ് അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു ക്രിസ്ത്യാനി, എനിക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല അങ്ങനെ ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ലുബ്ധനും കണക്ക് കൂട്ടുന്നവനുമായിട്ടിരിക്കുന്നതെന്ന്. എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എങ്കിലും ഞാൻ ഭയപ്പെടുന്നു നിങ്ങളിൽ ചിലർ ലുബ്ധരും കണക്ക് കൂട്ടുന്നവരുമാണെന്ന്. CFCയിലുള്ള നിങ്ങളുടെ പല പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവരാണെങ്കിലും അതിന് കാരണം നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഒരു ലുബ്ധനായ ദൈവമാണ്. വേദപുസ്തകത്തിലെ ദൈവമല്ല. വേദപുസ്തകത്തിലെ ദൈവം സ്നേഹമുള്ളവനും വളരെ ഔദാര്യമതിയായ ഒരു പിതാവാണ്. അവൻ ആരെയും ദുരിതപൂർണരാക്കുന്നില്ല. അവൻ നമ്മെ സന്തോഷിപ്പിക്കുകയാണ്.
വളരെ സന്തുഷ്ടനാണ്. ചില കാര്യങ്ങൾ അവൻ നമുക്ക് തരാത്തപ്പോൾ പോലും നമ്മുടെ സന്തോഷം അവൻ എടുത്തു കളയുന്നില്ല. അത് അത്ഭുതകരമല്ലേ? ഈ സ്നേഹമുള്ള പിതാവിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണ്ടേ? ഞാൻ 25 കാര്യം അവനോട് ചോദിച്ചു, 25 അവൻ പറ്റില്ലെന്ന് പറഞ്ഞാലും അതെന്തായാലും ഞാൻ പിന്നെ സന്തോഷനായിരിക്കും. അവൻ നമ്മെ സ്നേഹിക്കും എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. ദൈവത്തെ ഇങ്ങനെ നിങ്ങൾക്കറിയാമോ? മാർത്തയും മറിയയും പോലെ നിങ്ങൾക്ക് ഇന്ന് കർത്താവിനോട് ഒരു പരാതി ഉള്ളവനായിട്ടാണോ ഇരിക്കുന്നത്? ലാസർ മരിച്ചു കഴിഞ്ഞ് കർത്താവ് അവിടെ വന്നപ്പോൾ അവളോട് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു പരാതി ഉണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ? നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ടോ, കർത്താവെ, നീ എൻ്റെ ആ പ്രാർത്ഥന അന്ന് കേട്ടിരുന്നെങ്കിൽ, നീ ഇത് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ഇന്ന് എത്ര വ്യത്യസ്തമാകുമായിരുന്നു? നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ആ ഉറപ്പില്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നെന്ന്. കാരണം നിങ്ങൾക്ക് തോന്നുന്നു ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയാണെന്ന്. നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ട് ദൈവം നിങ്ങളെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കുമെന്ന്. ദുഃഖകരമായ കാര്യം, ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും നമ്മെ സ്വാധീനിക്കുന്നു. സഭയിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലും അത് നമ്മളെ അരിഷ്ടതാബോധത്തിലേക്ക് നടത്തുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. ഒരു സുരക്ഷിതത്വ ബോധം എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ആരാധിച്ച ദൈവം വളരെ കഠിനനായിരുന്നു. ഒരു പിശുക്കനായ ദൈവത്തെയായിരുന്നു. അവൻ വളരെ ലുബ്ധനായ ഒരു ദൈവമായിരുന്നു. അത് വേദപുസ്തകത്തിലെ ദൈവമല്ല, എൻ്റെ സങ്കല്പത്തിലെ ദൈവമായിരുന്നു. ഞാൻ ആരാധിച്ച ദൈവം തണുത്ത കണക്ക് കൂട്ടുന്ന ഒരു ദൈവമായിരുന്നു. അവൻ എന്നെയും തണുത്ത കണക്ക് കൂട്ടുന്ന ഒരാളാക്കി. ഈ ദൈവവുമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ബിസിനസ് ബന്ധമായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കാൻ ഞാൻ പല കാര്യം ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നല്ല വഴിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. അത് ചെയ്യുന്ന അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. മറ്റൊരു വിധത്തിലും നിങ്ങൾക്ക് അവനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കറിയാമോ ജാതികൾ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നെന്ന്? കാരണം അവർ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ദൈവം കോപിക്കുമെന്ന്. യേശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റാളുകൾ അറിയാതെ രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി. ഉദാഹരണത്തിന്, നിങ്ങൾ പണം കൊടുക്കും, നിങ്ങളുടെ ഇടത് കൈ ചെയ്യുന്നത് എന്തെന്ന് വലത് കൈ അറിയരുത് എന്ന് യേശു പറഞ്ഞു. നിങ്ങളുടെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതെ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? ഉദാഹരണത്തിന്, ഞാൻ ഒരാൾക്ക് കുറച്ച് പണം കൊടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു, ഇതെങ്ങനെ കഴിയും? ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. മറ്റാളുകൾ അറിയുന്നില്ല, അത് ശരി, അവരറിയാതെ എനിക്കത് ചെയ്യാൻ കഴിയും. യേശു പറയുകയാണ്, നിങ്ങൾ പണം കൊടുക്കുമ്പോൾ മറ്റാരും അറിയരുതെന്നാണ് പറഞ്ഞെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയും യേശു പറഞ്ഞിട്ടുണ്ട്, ശിക്ഷ കൊടുക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ കാഹളം ഊതരുത്. എന്നാൽ അവൻ അത് മാത്രമല്ല പറഞ്ഞത്. യേശു ഇങ്ങനെയും പറഞ്ഞു, നീ ദാനം കൊടുക്കുമ്പം നിന്റെ ഇടത് കൈ ചെയ്യുന്നത് എന്തെന്ന് വലത് കൈ അറിയരുത്. അതിനർത്ഥം നീ തന്നെ അത് അറിയരുത്. എങ്ങനെ അത് സാധ്യമാകും? ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. ഞാൻ ചിന്തിക്കുന്നു, ചില പ്രയാസമുള്ള വാക്യങ്ങളിൽ നാം എത്തുമ്പോൾ അത് വിട്ടുകളഞ്ഞ് നാം മുന്നോട്ട് പോകരുത്. നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാകുന്നത് അത് പഠിച്ചുകൊണ്ടല്ല, അത് ധ്യാനിച്ചിട്ടുമല്ല. എന്നാൽ ആ വാക്യം പറയുന്ന പോലെ ചെയ്യാൻ നാം ശ്രമിച്ചാൽ നമുക്കതെന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളിരുന്ന് ആ വാക്യം പഠിച്ചാൽ ഗ്രീക്കിലെയും മറ്റും പരിഭാഷകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ആ വാക്യം പറയുന്നത് നിങ്ങൾ ചെയ്താൽ, നമ്മളത് കർത്താവ് നമ്മളോട് പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് പരിശ്രമിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന ഇതിൻ്റെ അർത്ഥം, നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന വിധത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. അതിനർത്ഥം ചില മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ആ കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുകയില്ല. നിങ്ങൾ ആർക്കോ വേണ്ടി എവിടെയോ ചില പണം കൊടുത്താൽ നിങ്ങൾ ഓർക്കുകയില്ല. ഒരു സഹോദരൻ നിങ്ങളുടെ അടുക്ക് വന്ന്, സഹോദരൻ, അന്ന് നീ അത് ചെയ്തതിൽ എനിക്ക് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത് മറന്നു പോയിട്ടുണ്ടാവും. നീ അത് മറന്നുപോയി. നിൻ്റെ ഇടത് കൈ ചെയ്തത് എന്താണെന്ന് വലത് കൈ മറന്നുപോയി. എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന പല ആളുകളും ഇതുപോലല്ല.
അനേക വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പറയാൻ കഴിയും ആർക്കാണ് അവർ കൊടുത്തത്, എവിടെ കൊടുത്തു, ആർക്ക് കൊടുത്തു. അതൊരു ജാതീയനെ പോലാണ്. അവർ ചെയ്തതിൻ്റെയൊക്കെ ശരിയായ കണക്ക് അവരുടെ കയ്യിൽ കാണും. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവർ അവരോട് ചെയ്ത തെറ്റായിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും ഒരു കണക്കോടെ സൂക്ഷിക്കുന്നവരായിരിക്കും. അവർ ചെയ്ത എല്ലാ നല്ല കാര്യത്തിൻ്റെയും കണക്ക് അവരുടെ കയ്യിലുണ്ട്. മറ്റുള്ളവർ അവർക്കെതിരെ ചെയ്ത എല്ലാ മോശപ്പെട്ട കാര്യത്തിൻ്റെയും കണക്ക് അവരുടെ കയ്യിലുണ്ട്. കാരണം അവരുടെ ദൈവം അങ്ങനെയാണ്. അവർ ചെയ്ത എല്ലാ മോശപ്പെട്ട കാര്യത്തിൻ്റെയും കൃത്യമായ കണക്ക് അവരുടെ ദൈവത്തിൻ്റെ കയ്യിലുമുണ്ട്. അതുപോലെ മറ്റുള്ളവർ അവർക്ക് നേരെ ചെയ്ത എല്ലാ മോശപ്പെട്ട കാര്യത്തിൻ്റെയും കണക്ക് അവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. വേദപുസ്തകത്തിൽ പറയുന്ന യഥാർത്ഥ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് സങ്കല്പിക്കൂ. ആ യഥാർത്ഥ ദൈവം അവൻ എന്നെ നോക്കുമ്പം ഞാൻ എൻ്റെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടുത്തു. യേശുവിൻ്റെ രക്തം എൻ്റെ എല്ലാ പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു. അവൻ എന്നെ നോക്കുമ്പം ഞാൻ ചെയ്ത ഒരു മോശപ്പെട്ട കാര്യവും അവൻ ഓർക്കുന്നില്ല. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെ അവൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ ദൈവത്തെ തന്നെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? സാവകാശം ഞാൻ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ ചെയ്ത മോശപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിൽ കാണത്തില്ല. എന്നാൽ അവർ ചെയ്ത നല്ല കാര്യം എനിക്ക് ഓർമ്മയുണ്ടാവും. അവരൊരിക്കലും എനിക്ക് തന്ന ആ ഒരു ഗ്ലാസ് വെള്ളത്തെപ്പറ്റി എനിക്ക് ഓർമ്മയുണ്ടായിരിക്കും. അവിടെ ഇവിടെ അവർ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് അവരോട് വളരെ നന്ദിയും സ്നേഹവും ഉണ്ടായിരിക്കും. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്ത ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ഈ ലോകത്തിലുള്ള ആളുകളെ വിടാം. നമ്മുടെ സഭയിൽ തന്നെ ഉള്ളവരുടെ കാര്യം എടുക്കാം. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ ഈ സഭയിൽ വന്നത് മുതൽ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിനെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ ആളുകൾ നിങ്ങളോട് ചെയ്ത മോശപ്പെട്ട കാര്യം മറക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലെ ദൈവത്തെ നിങ്ങൾക്കറിയാം. നമുക്കെല്ലാവർക്കും യേശുവിനെ പോലെ ആകണമെന്ന് നാം എല്ലാവരും പറയാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു. യേശു പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്താൽ കർത്താവ് അത് ഒരിക്കലും മറക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് നിന്നെ പോലെ ആകണം. അതിനർത്ഥം ആരെങ്കിലും എവിടെ വെച്ചെങ്കിലും 20 കൊല്ലത്തിന് മുമ്പ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം തന്നെങ്കിൽ ഞാനതൊരിക്കലും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? പൊതുവെ പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് നന്ദിയില്ലാത്ത ആളുകളായിട്ട് തുടരുന്നത്? കാരണം നാം തെറ്റായ ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നിങ്ങളവനെ യേശു എന്നായിരിക്കും വിളിക്കുന്നത്. അത് വേദപുസ്തകത്തിൽ പറയുന്ന യേശു അല്ല. നിങ്ങളവനെ പിതാവെന്നായിരിക്കും വിളിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിലുള്ള പിതാവല്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഏക സത്യ ദൈവമായ നിന്നെ നീ അയച്ച ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആരും ദൈവത്തെ കണ്ടിട്ടില്ല, അവൻ്റെ പുത്രനാവുന്ന യേശു അവനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിതാവിനെ എനിക്ക് നന്നായിട്ട് അറിയണമെന്നാണ്. അതുപോലെ യേശു ക്രിസ്തുവിനെ നന്നായിട്ട് അറിയുക. കൂടുതൽ ഞാൻ യേശുവിനെ അറിയുമ്പം എനിക്ക് കൂടുതൽ പിതാവിനെ അറിയാൻ കഴിയും. എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഗൗരവമായിട്ടെടുക്കുക.